മൂന്നാം സീറ്റായി വയനാട് വേണ്ടെന്ന് മുസ്ലിം ലീഗ്. വയനാട്ടിൽ രാഹുൽ ഗാന്ധി തന്നെയാണ് നല്ലതെന്ന് ലീഗ് UDF നേതൃത്വത്തെ അറിയിച്ചു. പകരം കോഴിക്കോട് ആവശ്യപ്പെടാനും തീരുമാനം. അതേസമയം വിഷയത്തിൽ അന്തിമ തീരുമാനമെടുക്കാനുള്ള കോൺഗ്രസ് ലീഗ് ഉഭയകക്ഷി ചർച്ച കൊച്ചിയിൽ തുടങ്ങി. യോഗത്തിന്റെ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും അശ്വതി ചേരുന്നു. അശ്വതി, ഇന്നത്തെ ചർച്ച നിർണായകമാണ്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? വൃന്ദ, ഇപ്പോൾ ആലുവ ഗസ്റ്റ് ഹൌസിൽ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉഭയകക്ഷി ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസ് നേതാക്കളും അതുപോലെ തന്നെ മുസ്ലിം ലീഗിന്റെ നേതാക്കളും ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതിന് തൊട്ടു മുൻപായി ഈ ചർച്ച ആരംഭിക്കുന്നതിന് തൊട്ടു മുൻപായി ടി മുഹമ്മദ് ബഷീർ ഈ വിഷയത്തിൽ പ്രതികരിച്ചിരുന്നു. ചർച്ചയിൽ അനുകൂല തീരുമാനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്നും തങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്നുമാണ് അദ്ദേഹം ഇതിൽ എടുത്തിരിക്കുന്നത്. വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. പാർട്ടിയെ ഗൗരവമായി ബാധിക്കുന്ന ഒരു വിഷയമാണ് ഇത്. അതിന്റെ പ്രാതിനിധ്യം ഉറപ്പുവരുത്തുക എന്നത് പാർട്ടിയെ വളരെയധികം ബാധിക്കുന്ന വിഷയമായതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ പിറകോട്ടില്ല എന്നാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. പക്ഷേ കോൺഗ്രസ് വിശാലമായ സമീപനം സ്വീകരിക്കുന്നില്ല, നിലവിൽ ഇക്കാര്യത്തിൽ വിശാല സമീപനം കോൺഗ്രസ് സ്വീകരിക്കുന്നില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള പ്രതികരണമാണ് ലീഗ് നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ടി മുഹമ്മദ് ബഷീർ, PMA സലാം, PK കുഞ്ഞാലിക്കുട്ടി, അതുപോലെ തന്നെ VD സതീശൻ, രമേശ് ചെന്നിത്തല തുടങ്ങിയ കോൺഗ്രസിലെയും ലീഗിലെയും മുതിർന്ന നേതാക്കൾ എല്ലാവരും തന്നെ, ഭാരവാഹികളായിട്ടുള്ള ആളുകളെല്ലാം തന്നെ ഇവിടെ ഉഭയകക്ഷി ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. ലീഗ് അതിന്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു സ്ഥിതിയാണ് നിലവിലുള്ളത്. നേരത്തെ ലീഗ് പറഞ്ഞതനുസരിച്ച്, അതായത് PMA സലാം ഇക്കാര്യത്തിൽ വ്യക്തമാക്കിയതനുസരിച്ച് ഇന്ന് ഒരു അനുകൂല നിലപാടുണ്ടായില്ലെങ്കിൽ തുടർ നടപടികൾ എന്താകണം എന്ന കാര്യത്തിൽ 27-ാം തീയതി മുസ്ലിം ലീഗ് ഒരു ചർച്ച വെക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു സമ്മർദ്ദമാണ് ലീഗിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് അനുകൂലമായ ഒരു തീരുമാനം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഈ മൂന്നാം സീറ്റുമായി ബന്ധപ്പെട്ട് ഉണ്ടാകും എന്നതാണ് പ്രതീക്ഷ. നിലവിൽ ഉള്ള സീറ്റുകളിൽ 16 എണ്ണത്തിൽ 15 എണ്ണവും കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റുകളാണ്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഒരു സീറ്റ് വിട്ടുകൊടുക്കുക എന്ന് പറയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടം തന്നെയാണ്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഇന്ന് ഉണ്ടായില്ലെങ്കിൽ ഒരുപക്ഷെ ജൂൺ ജൂലൈ മാസത്തിൽ വരാൻ പോകുന്ന രാജ്യസഭാ സീറ്റുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ലീഗ് ഇത്തരത്തിലുള്ളൊരു സമ്മർദ്ദം വീണ്ടും ഉന്നയിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ അത് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു തീരുമാനം കൂടിയായിരിക്കും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഇന്ന് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തതുപോലെ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഈ മൂന്നാം സീറ്റ് എന്ന കാര്യത്തിൽ ഒരു തീരുമാനം ലീഗിന് അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടാകാനാണ് നിലവിൽ സാധ്യത. വൃന്ദ.